ഹായ്, ഞാൻ Thesnim Azeez. ഇന്ന് ചെയ്യാൻ പോകുന്നത് ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതാണ് പുട്ട്. പക്ഷേ പുട്ട് നമ്മൾ ഒന്നുകിൽ അതിലേക്ക് പഴം അല്ലെങ്കിൽ കറി പപ്പടമൊക്കെ കൂട്ടിയിട്ടാണ് കഴിക്കാറുള്ളത്. ഈ പുട്ടിന് നമുക്ക് വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല. ഇനി വേണമെങ്കിൽ നിർബന്ധമാണെങ്കിൽ പപ്പടം മാത്രം മതി. അത്ര ടേസ്റ്റിയാണ്, പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. പാൻ വെച്ചിട്ടുണ്ട്, പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, 2 സവാള ചെറുതാക്കി മുറിച്ചു. സവാള ചെറുതാക്കി തന്നെ മുറിക്കണേ. ഒരു 5 വെളുത്തുള്ളി ചെറുതാക്കി മുറിച്ചതാണ്. കുറച്ച് കറിവേപ്പില ചെറുതാക്കി മുറിച്ചത്. അതൊന്ന് വഴന്ന് വന്നതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കാം. അപ്പം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഉള്ളി ആയിട്ടുണ്ട്. ഇതിലേക്ക് എരിവ് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർത്താൽ മതി. ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ നിറയെ ചേർത്തിട്ടില്ല, ഒരു 3/4 ടേബിൾ സ്പൂൺ ഉണക്കമുളക് ചതച്ചത്. മുളക് പൊടി ആയാലും കുഴപ്പമില്ല, പക്ഷേ മുളക് പൊടിയേക്കാട്ടിലും നല്ലത് ഇതാണ്. പിന്നെ കുറച്ച് മല്ലിയില ചെറുതാക്കി മുറിച്ചത്. ഉപ്പ് ചേർത്തിട്ടില്ല, ഉപ്പ്. ഇപ്പോൾ ഉള്ളിയൊക്കെ വഴന്നതാണ്, എന്നാൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നന്നായിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് അല്ലെങ്കിൽ ഒരു 3/4 കപ്പ് വരെ തേങ്ങ, ഇനി ഇതൊരു കുക്ക് ചെയ്യാനൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഇളക്കി എല്ലാം ഒന്ന് മിക്സ് ചെയ്യാൻ മാത്രമേ. 3/4 കപ്പ് മതിയാവും. ഞാനിപ്പോൾ 1 കപ്പ് തേങ്ങ ചേർക്കുന്നുള്ളൂ. ഇപ്പോൾ ഇതായിട്ടുണ്ട്. ഇനി ഇത് ഓഫ് ചെയ്യാം. ഇനി പുട്ടുപൊടി, ഇതൊരു 1/4 കപ്പ് പുട്ടുപൊടി, 250 ഗ്രാം പുട്ടുപൊടിയാണ്. അപ്പോൾ കപ്പിലെടുക്കുകയാണെങ്കിൽ 1/4 ഉണ്ടാവും. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെയാണ്. ഉപ്പ്, വെള്ളമൊഴിക്കുക. സാധാരണ നമ്മൾ നനയ്ക്കുന്ന പോലെ പുട്ട് നനച്ചെടുക്കുക. മസാല ഉണ്ടാക്കി, ആ തേങ്ങേൻ്റെ ഒരു മസാല ഉണ്ടാക്കിയല്ലോ, അത് എപ്പോഴും നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുറേശ്ശെ നമ്മൾ സാധാരണ പുട്ടിന് കുഴയ്ക്കുന്ന പോലെ തന്നെ. അപ്പോൾ ഇത് കുറച്ച് സമയം വെക്കണം, എന്നാലപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് സോക്കായി നന്നായിട്ട് വരുള്ളൂ. കുറച്ച് സമയം ഇരിക്കുമ്പോൾ ഒന്നുകൂടെ നമുക്കൊന്നും കൂടെ ശരിയാക്കാം. അപ്പോഴേക്കും നമ്മുടെ ഈ ഒരു മസാല ഒന്ന് നന്നായിട്ട് തണുത്ത് കിട്ടുക വേണം. ചൂടോടുകൂടി ചേർക്കാൻ പറ്റില്ല. അപ്പോൾ തണുത്തിട്ടേ ഇത് ചേർക്കാൻ പാടുള്ളൂ. നന്നായിട്ട് ചൂട് പോകണം. ഇപ്പോൾ പുട്ട് നന്നായിട്ടായിട്ടുണ്ട്. ഇത് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് മസാല. നമുക്കിത് രണ്ടും കൂടെ മിക്സ് ചെയ്യാം. ഇതിപ്പോൾ ഈ മസാല ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഫ്രൈ ചെയ്ത ചിക്കൻ പീസസൊക്കെ ഉണ്ടെങ്കിൽ കൈ കൊണ്ട് പിച്ചി ചെറുതാക്കി മുറിച്ചിട്ടിടുക. അതേപോലെ പ്രോൺസൊക്കെ ഉണ്ടെങ്കിൽ ചെറുതാക്കി മുറിച്ചിട്ടിടുക. ക്യാരറ്റ്, ബീൻസ് വേണമെങ്കിൽ ചേർക്കാം. അതൊക്കെ നമ്മൾ ആ ഉള്ളി വഴറ്റുന്നതിൻ്റെ കൂടെ തന്നെ വഴറ്റിയിട്ട് അവസാനം തേങ്ങ ചേർത്താൽ മതി. നമ്മളെപ്പോഴും പുട്ടുണ്ടാക്കുന്നതാണ് രാവിലെ. അപ്പോൾ ഒരു പ്രാവശ്യം ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ഇനി നമ്മൾ പുട്ടുണ്ടാക്കുകയാണ്. സാധാരണ പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെ കേട്ടോ. തേങ്ങ ഇടുക, കേരളീയർക്ക് പിന്നെ പുട്ടുണ്ടാക്കാൻ അറിയാത്ത ആരും ഉണ്ടാവില്ലല്ലോ. നന്നായിട്ട് ആവിയൊക്കെ കയറി പുട്ടായി നമുക്കതെടുക്കാം.
ഓക്കെ, ഇത് നല്ല നല്ല ചൂടോട് കൂടി കഴിക്കണം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്, നല്ലൊരു പുട്ടാണ്. നമുക്കിതിന് കറിയുടെ ആവശ്യമൊന്നുമില്ല. വേണമെങ്കിൽ ഇനി പപ്പടം, ഞാൻ പപ്പടം കൂട്ടിയിട്ടാണ് കഴിക്കാറുള്ളത്. അപ്പോൾ അങ്ങനെ കഴിക്കാം, അല്ലെങ്കിൽ ഒന്നുമില്ലാതെ നമുക്ക് കഴിക്കാം. കറിയോ പഴമൊന്നും ഇതിൻ്റെ കൂടെ എന്തായാലും ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മളെപ്പോഴും പുട്ടുണ്ടാക്കുന്നതാണ് രാവിലെ. അപ്പോൾ ഒരു പ്രാവശ്യം ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കും. ഇതെൻ്റെ ഓൺലൈൻ കുക്കറി ക്ലാസ്സിൻ്റെ ആഡാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. എല്ലാ ടൈപ്സ് ഓഫ് ക്ലാസ്സസും നടക്കുന്നുണ്ട്. വീഡിയോ ഇൻ്ററാക്റ്റീവ് ക്ലാസ്സാണ്.